നിങ്ങൾക്ക് ഇവിടുത്തെ ജീവനക്കാർക്ക് നമ്മൾ വെളിച്ചം നൽകുന്ന മെഴുകുതിരിയും തീപ്പെട്ടിയും നിങ്ങളുടെ ആവശ്യത്തിനുള്ള മെഴുകുതിരിയും തീപ്പെട്ടിയും സമർപ്പിക്കാനുള്ളതാണ്. അപ്രഖ്യാപിത പവർക്കട്ടിനെതിരെ യൂത്ത് കോൺഗ്രസ് വൈദ്യുതി ഓഫീസുകളിലേക്ക് പ്രതിഷേധ സമരം നടത്തി. ഇതിന്റെ ഭാഗമായി കണ്ണൂർ വൈദ്യുതി ഭവനിലേക്ക് മെഴുകുതിരി സമർപ്പണ സമരം സംഘടിപ്പിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലം ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരുന്ന ഗവൺമെന്റ് അവരവരുടെ PR ഏജൻസികളുടെ പിൻബലത്തിൽ 10 വർഷക്കാലം പവർ കട്ട് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ കബളിപ്പിച്ചുകൊണ്ട് കടന്നുപോയ ഗവൺമെന്റ് കേവലം തെരഞ്ഞെടുപ്പ് അവസാനിപ്പിച്ചപ്പോ അവര് അപ്രഖ്യാപിതമായി കേരളത്തിൽ മുഴുവൻ പവർ കട്ടും ലോഡ് ഷെഡിംഗും ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. കടുത്ത ചൂടിൽ ആളുകൾ വളരെ വലിയ രീതിയിലുള്ള യാതനകൾ അനുഭവിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കഴിയുന്നത്. നമുക്കറിയാം, രാത്രി കിടന്നുറങ്ങാൻ ഫാനിന്റെ സൗകര്യം ഉണ്ടെങ്കിൽ പോലും കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ന് കേരളം. ഒരു ചുട്ടുപൊള്ളുന്ന ചൂടിലാണ് കേരളം എന്നുള്ളത്. ആ സാഹചര്യത്തിൽ പോലും കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അപ്രഖ്യാപിതമായ ഒരു ലോഡ് ഷെഡിംഗ് ഓരോ മീറ്ററിന് കീഴിലും 15 മിനിറ്റ് ലോഡ് ഷെഡിംഗുകൾ നടത്തുക. മന്ത്രിമാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടായാലും, എത്ര വലിയ വൈദ്യുതി പ്രതിസന്ധികൾ കേരളം നേരിട്ടാലും ഞങ്ങൾ അന്യ സംസ്ഥാനത്ത് നിന്നും ആ വൈദ്യുതി കടം വാങ്ങിയെങ്കിലും ഞങ്ങൾ ഈ നാട്ടിൽ ലോഡ് ഷെഡിംഗ് ഉണ്ടാക്കില്ല എന്ന് അവര് വിടുവായത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികളും, എന്നാൽ അതിന്റെ പ്രവർത്തനം നേരെ വിരുദ്ധമായി ഭരണാധികാരികളെ കബളിപ്പിച്ചുകൊണ്ട്, ഇന്നാട്ടിലെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട്, ഇന്നാട്ടിലെ സാധാരണക്കാരെ കബളിപ്പിച്ചുകൊണ്ട് KSEB ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ ലോഡ് ഷെഡിംഗ് നടത്തുക. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി റോബർട്ട് വെള്ളാമള്ളി, ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ, MK വരുൺ, പ്രനിൽ മധുക്കോത്ത്, വിപിൻ ജോസഫ്, അശ്വിൻ മധുക്കോത്ത്, സുബീഷ്, അതുൽ നാരായണൻ എന്നിവർ നേതൃത്വം നൽകി. ഓഫീസിനകത്ത് കടന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജീവനക്കാർക്ക് മെഴുകുതിരി വിതരണം നടത്തി. കേരളത്തിൽ ഇങ്ങനെ അപ്രഖ്യാപിതമായ ഒരു ലോഡ് ഷെഡിംഗ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ ജീവനക്കാർക്ക് നമ്മൾ വെളിച്ചം നൽകുന്ന മെഴുകുതിരിയും തീപ്പെട്ടിയും നിങ്ങളുടെ ആവശ്യത്തിനുള്ള മെഴുകുതിരിയും തീപ്പെട്ടിയും സമർപ്പിക്കാനുള്ളതാണ് നമ്മുടെ സമരം. ഒരു പ്രതീകാത്മകമായ പ്രതിഷേധമാണ്. സഹകരിച്ചതിന് നന്ദി. താങ്ക് യു. ഈ ലോഡ് ഷെഡിംഗിൽ ഇവിടെ നിങ്ങൾക്ക് ഉൾപ്പെടെ ഇവിടെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ നമുക്കറിയില്ല. 15 മിനിറ്റ് രാത്രി കിടന്നുറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അപ്പൊ അതിന്റെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്താൻ വേണ്ടി